നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ശശി തരൂർ എംപിക്ക് ക്ഷണം. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. ഡൽഹിയിലെത്തിയാണ് നേതാക്കൾ അദ്ദേഹത്തെ കണ്ടത്. തരൂർ പരിപാടിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 1, 2 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തരൂർ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ് വിവരം. ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തെത്തിയാണ് ജ്ഞാനേഷ് ചുമതലയേറ്റത്. സ്ഥാനമൊഴിഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പകരക്കാരനായാണ് ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റ ജ്ഞാനേഷ് കുമാർ പ്രതികരിച്ചു. ഭരണഘടന, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ, ചട്ടങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി കമ്മീഷൻ അന്നും ഇന്നും വോട്ടർമാർക്കൊപ്പമുണ്ടെന്നും ജ്ഞാനേഷ് കുമാർ പ്രതികരിച്ചു. ബസിന്റെ പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടു. കൈക്കൂലി കേസിൽ എറണാകുളം RTO കസ്റ്റഡിയിൽ. എറണാകുളം RTO ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയ ശേഷമാണ് നടപടി. കൈക്കൂലി വാങ്ങാനെത്തിയ ഏജന്റ് സജിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബസിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട RTO പണം ആവശ്യപ്പെട്ടെന്നാണ് കേസ്. പണം കൈമാറിയ ഏജന്റ് സജിയെ കസ്റ്റഡിയിലെടുത്തു. RTOയുടെ ഇടപ്പള്ളിയിലെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. ബസിന് പെർമിറ്റ് അനുവദിക്കാൻ ബസ്സുടമയോട് മദ്യവും പണവും RTO ആവശ്യപ്പെട്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പെർമിറ്റിന്റെ പേപ്പർ നൽകാൻ വന്നയാൾ പണവും മദ്യവും കൊണ്ടുവന്നിരുന്നു. ഇത് ഒരു ഏജന്റിന് നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. പണം വാങ്ങുന്നതിനിടെയാണ് ഏജന്റിനെ കസ്റ്റഡിയിലെടുത്തത്. 2 മദ്യക്കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട്. RTOയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. CPIയുടെയും RJDയുടെയും എതിർപ്പ് വിലപ്പോയില്ല. മദ്യനിർമ്മാണശാലയ്ക്ക് LDFന്റെ അംഗീകാരം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് ഇന്ന് ചേർന്ന LDF യോഗം അംഗീകാരം നൽകി. CPIയെയും RJDയെയും എതിർപ്പറിയിച്ചു. എന്നാൽ മുന്നോട്ട് തന്നെയെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. പദ്ധതിയിൽ ആശങ്ക വേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ വ്യക്തമാക്കി. ശക്തമായ എതിർപ്പാണ് യോഗത്തിൽ CPIയും RJDയും ഉയർത്തിയത്. എന്നാൽ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിവെള്ളമടക്കം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ആശങ്ക വേണ്ട. മറ്റെന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂരിൽ ആദിവാസിയെ ചവിട്ടിക്കൊന്നു. പീച്ചി താമരവെള്ളച്ചാലിലാണ് കാട്ടാന ആക്രമണമുണ്ടായത്. താമരവെള്ളച്ചാൽ ഊര് നിവാസി 58 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന പ്രഭാകരനെ കുത്തുകയായിരുന്നു. ഉൾവനത്തിലാണ് കാട്ടാനയുടെ ആക്രമണം നടന്നിരിക്കുന്നത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. പീച്ചി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവരുടെ സംഘം ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാര്യവട്ടം റാഗിംഗ്. പ്രതികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങിൽ പ്രതികളായ 7 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചത്. സംഭവത്തിൽ 1-ാം വർഷ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് കഴക്കൂട്ടം പോലീസ് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ 2 വർഷം വരെ തടവും 50,000 രൂപ പിഴയുമുള്ള കുറ്റമായതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതെന്ന് പോലീസ് പറഞ്ഞു. മാട്ടുപ്പെട്ടി വാഹനാപകടം. 3 വിദ്യാർത്ഥികൾ മരിച്ചു. മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 3ആയി. കന്യാകുമാരിയിൽ നിന്നും വിനോദയാത്രയ്ക്കെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാറിലെ മാട്ടുപ്പെട്ടിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആദിക, ബേണിക, സുധൻ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത്. 40 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. നാഗർകോവിൽ സേക്രഡ് ക്രിസ്ത്യൻ കോളേജിലെ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 15 പേർക്ക് നിസ്സാര പരിക്കുണ്ട്. 6 വർഷമായി ശമ്പളം കിട്ടിയില്ല. എയ്ഡഡ് സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയാണ്. 6 വർഷമായി ശമ്പളം ലഭിക്കാത്തതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അലീനയുടെ കുടുംബം ആരോപിച്ചു.
താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്കായി 6 വർഷം മുമ്പ് 13 ലക്ഷം രൂപ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിനു നൽകിയതായും കുടുംബം പറയുന്നുണ്ട്. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ നാളെ. സസ്പെൻസുകൾക്ക് വിരാമം. രേഖ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും. ഡൽഹിയിൽ ചേർന്ന MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ നടക്കുക. BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമാണ്. ഷാലിമാർ ബാഗിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ ബന്ദന കുമാരിക്കെതിരെ 29,000 വോട്ടുകൾക്കായിരുന്നു വിജയം. ഡൽഹി ഉപമുഖ്യമന്ത്രി പർവേഷ് സിംഗ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദ്ര ഗുപ്തയുമാണ് തീരുമാനിച്ചത്. ആലപ്പുഴയിൽ വയോധികയെ കെട്ടിയിട്ട് വൻ മോഷണം. സഹായത്തിന് നിന്ന സ്ത്രീ വീട് ആക്രമിച്ചത് 4 സംഘത്തോടൊപ്പം. ആലപ്പുഴ മാമ്പുരക്കരിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വേലി വീട്ടിൽ കൃഷ്ണമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 3.5 പവൻ സ്വർണം, 36,000 രൂപ, വോട്ടുപാത്രങ്ങൾ, ATM കാർഡ് എന്നിവ ഇവിടെ നിന്നും കവർന്നു. വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ സംഭവത്തിന് പിന്നാലെ കാണാതായി. കവർച്ചയ്ക്കെത്തിയ 4 സംഘത്തോടൊപ്പം യുവതിയും പോയെന്ന് പോലീസിനോട് വീട്ടമ്മ പറഞ്ഞു.